അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സുഖം നേരുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകളെ കൊണ്ട് ലോകമെമ്പാടും മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന, അവിടുത്തെ തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന, അവിടുത്തെ അപദാനങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്ന ഈ സുന്ദര ദിവസങ്ങൾ, ഈ സുമോഹനമായ നിമിഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സന്തോഷവേളയിലും നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഈ വിനീതൻ വൈകുന്നേരം ഒരു സവാരിക്ക് വേണ്ടി പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു വൃദ്ധനായ വ്യക്തിയെ കാണാൻ സാധിച്ചു. അദ്ദേഹം മുജാഹിദ്, തബ്ലീഗ് പോലത്തെ ആശയങ്ങളിൽ പെട്ടുപോയ ഒരാളാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നല്ല വാക്കുകളോടെ സൗമ്യമായി ചോദിച്ചു, ലോകത്ത് പല ദിനങ്ങളും കൊണ്ടാടപ്പെടും. ശിശുദിനം, വൃദ്ധദിനം, ഇങ്ങനെ ലോകത്ത് പല കാര്യങ്ങളെയും അനുസ്മരിക്കുവാനും അതുമായി ബന്ധപ്പെട്ട പ്രാധാന്യം ഉണർത്തുവാനും വേണ്ടി ദിനങ്ങൾ ആചരിക്കാറുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ നേതാവായി ലോകത്തിനാകെയും കാരുണ്യമായി അയക്കപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അവിടുത്തെ വഫാത്തും ആ ദിവസം തന്നെയാണ്. അത് രണ്ടും നിങ്ങൾക്ക് ഖൈറാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസവുമായി ബന്ധപ്പെട്ട് മുത്തുനബിയെ ആഘോഷിക്കുകയും മുത്തുനബിയെ പ്രകീർത്തിക്കുകയും മുത്തുനബിയുടെ ജീവിത സംസ്കാരങ്ങൾ, അവിടുത്തെ ഏറ്റവും വിലപ്പെട്ട ആശയ ആദർശങ്ങൾ വിളംബരം ചെയ്യുന്ന ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത നബിദിനമായി നാം കൊണ്ടാടുമ്പോൾ, അവിടുത്തെ നാം പ്രകീർത്തിക്കുമ്പോൾ അത് പാടില്ല, അത് ഇസ്ലാമിൽ ശിർക്കാണ്, കുഫറാണ് എന്നെല്ലാം പറയുന്ന സാഹചര്യം വളരെ വേദനയായി തോന്നി. ഇത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചത്, നിങ്ങൾ ഷിർക്കിൻ്റെയും ബിദഅത്തിൻ്റെയും കൊട്ടകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിക്കുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ നേതാവ്, ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഈ ദീനിൻ്റെ നായകനെ ആഘോഷിക്കുന്നത്, അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നത്, അതിനെ പ്രഘോഷിക്കുന്നത്, ജനങ്ങൾക്ക് അവിടുത്തെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് ശിർക്കാവുന്നത്? ആ നേതാവിലൂടെയല്ലേ നമുക്ക് ഈ ദീൻ ലഭിച്ചത്. ആ നേതാവിൻ്റെ ആഗമനത്തിൽ സന്തോഷിക്കുകയും അവിടുത്തെ തിരുപ്പിറവിയുടെ സമയത്ത് നടന്ന അത്ഭുത സംഭവങ്ങൾ അയവിറക്കുകയും അവിടുത്തോടുള്ള മഹബത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന ഈ സുന്ദര നിമിഷത്തിൽ ഏതൊരു മുഅ്മിനിൻ്റെയും മനസ്സ് സന്തോഷാതിരേകത്താൽ നിറയുന്ന വേള എങ്ങനെയാണ് ഈ പുത്തനാശയക്കാർ മുഅ്മിനീങ്ങളുടെ ഹൃദയം കവർന്നെടുത്തത് എന്ന് വേദനിക്കുകയാണ്. വളരെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വേദന പങ്കുവെക്കുകയാണ്. സ്വന്തം നേതാവിനെക്കുറിച്ച് ഈ ലോകത്തോട് പാടാനും പറയാനും പ്രകീർത്തിക്കാനും പാടില്ല എന്ന തെറ്റായ ആശയം ഈ ദീനിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന, ഈ ദീനിൻ്റെ പേരിൽ കള്ളനാണയമായി, ഈ ദീനിൻ്റെ പേരിൽ അടിച്ചിറക്കുന്ന കക്ഷികളുടെ ഷർറ്, അവർ മുഅ്മിനീങ്ങളുടെ ഈമാൻ എത്രത്തോളം കവർന്നെടുത്തു എന്ന വേദന നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അത്തരം കക്ഷികളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി